ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡാൻഡ്രഫിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ പലരെയും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് അല്ലേ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. മാത്രമല്ല അത് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ പോവുകയില്ല കേട്ടോ. നമുക്കതിന് പൂർണ്ണമായിട്ടുള്ളൊരു ശമനം ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ ഒരിക്കൽ ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പോവില്ല. മനസ്സിലായോ? അത് കുറയ്ക്കാം, നമുക്കതിൻ്റെ ഒരു ഇത് ഇൻറ്റൻസിറ്റി കുറയ്ക്കാമെന്നല്ലാണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ തൂത്തുവാരി കളയാനൊന്നും പറ്റില്ല കേട്ടോ. അത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളെല്ലാം മാർക്കറ്റിലുണ്ട്. ചിലത് എല്ലാവർക്കും സ്യൂട്ടാവില്ല കേട്ടോ. ചിലത് നമുക്ക് സ്യൂട്ടാവും, ചിലത് നമുക്ക് സ്യൂട്ടാവില്ല, അങ്ങനെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഡാൻഡ്രഫ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ഓയിലിംഗ് കുറയ്ക്കുക. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിലിംഗ് കുറയ്ക്കുക കേട്ടോ. നമ്മൾ ഒത്തിരി എണ്ണ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ വേഗം അഴുക്കും മറ്റ് സാധനങ്ങളൊക്കെ നമ്മുടെ സ്കാൽപ്പിലേക്ക് വരും, അതവിടെ അടിഞ്ഞു കൂടും. ഓക്കെ, ഡാൻഡ്രഫ് ആവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം ഒരിക്കലും ഡാൻഡ്രഫ് നന്നായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഹെയർ ഓയിലിംഗ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഹെയർ ഓയിലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പം നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ട് പാറി നിൽക്കുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു ഒരു സിറമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഹെയർ ഓയിൽ ചെയ്യണം മസ്റ്റാണ് എന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് എങ്ങാനും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുക. പക്ഷെ ഒത്തിരി ഇങ്ങനെ അങ്ങനെ കൊണ്ട് കമത്തരുത്, ചെറുതായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അതും വെളിച്ചെണ്ണ ഒന്ന് നൈസായിട്ടൊന്ന് ചൂടാക്കാൻ തന്നെ ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൽ കൊണ്ടൊന്ന് വെക്കരുത്, ഡബിൾ ബോയിലിംഗ് ചെയ്യുക കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് അത് ഒരു കോട്ടണിലോ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ തലയിൽ സ്കാൽപ്പിലൊക്കെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. ഓക്കെ, മസാജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് നമുക്ക് ഒരു സ്റ്റെപ്പ് ഡാൻഡ്രഫിനെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പില്ലോ കവറൊക്കെ നിങ്ങൾ നോക്കുക. അതായത് പില്ലോ കവറൊക്കെ കുറേ നാളൊന്നും ഒരു പില്ലോ കവർ യൂസ് ചെയ്യരുത് കേട്ടോ. പില്ലോ കവർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഒരു പില്ലോ കവർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് കുറയില്ലേ, കൂടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പില്ലോ കവർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓയിലിങ് മാക്സിമം നിങ്ങൾ കുറയ്ക്കുക. ഓക്കെ, ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ ഹെയർ ഓയിലിങ് കുറയ്ക്കുക. വീക്ക്ലി വൺസ് എങ്ങാനും ചെയ്താൽ മതി, ഹെയർ ഓയിലിംഗ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഫാർമസിയിൽ ആക്ച്വലി കുറേ പ്രോഡക്റ്റുകളുണ്ട് ഡാൻഡ്രഫിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഡാൻഡ്രഫ് അത്രയും ഇൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണുക കേട്ടോ, മസ്റ്റായിട്ടും പോയി കാണുക. അപ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരും ഏതെങ്കിലും ഒരു ഷാമ്പൂ അങ്ങനെ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്ത് തരും. എനിക്ക് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു, ഇപ്പം നന്നായിട്ട് കുറഞ്ഞു. എനിക്ക് നന്നായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു, ഇങ്ങനെ തൊടുമ്പത്തേനും ഇങ്ങനെ കൊഴിയുമായിരുന്നു, അങ്ങനെ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷാമ്പൂ ആണ് കേട്ടോ. ഇത് ഫാർമസിയിൽ നിന്ന് മേടിച്ച ഷാമ്പൂ ആണ്. ഇത് സ്കാൽപ്പ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാമ്പൂ ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഷാമ്പൂ, സ്കാൽപ്പ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്. കെറ്റോകോണസോളുള്ള ഷാമ്പൂ ആണ് കേട്ടോ. പിന്നെ ഇത് 5 എക്സ്പേർട്ട് ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. ആൻറ്റി ഡാൻഡ്രഫ്, ആൻറ്റി റിക്കറൻസ്, പ്രിവെൻസ് ഇച്ചിങ്, ഫ്ലാക്കിങ്, സ്കെയിലിംഗ്, പിന്നെ പ്രിവെൻസ് ഹെയർ ഫോൾ, പിന്നെ അതൊരു കണ്ടീഷനും തരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത്രക്കൊന്നും ഞാൻ പറയണില്ല, പക്ഷെ നല്ലൊരു ഷാമ്പൂ ആണ് കേട്ടോ അത്. ഞാനിതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 295 രൂപയായിരുന്നു കേട്ടോ അതിൻ്റെ MRP റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഫിനിഷാണ്, കുറച്ചും കൂടി ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു പിങ്ക് കളറാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാവോ എന്നറിയില്ല, ഞാൻ കാണിക്കാം, ബാക്ക് ക്യാമറ. ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണുമ്പം ചിലപ്പോൾ വൈറ്റ് ആയിട്ട് തോന്നും, വൈറ്റ് അല്ല, അതൊരു സ്ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ. ചെറുതായിട്ടൊരു പിങ്ക് കളറും കൂടി ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ സ്മെല്ലും കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ഒക്കെ ഷാമ്പൂ ഇല്ലേ, അതിൻ്റെ ഒക്കെ തന്നെ സ്മെല്ലാണ് ഇതിനുള്ളത്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഷാമ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഷാമ്പൂ ആണ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ. എന്താ പറയുക, ഭയങ്കര നല്ല ഷാമ്പൂ ആയിരുന്നു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുള്ളതാണ്. പിന്നെ ഞാനത് ഒരിടയ്ക്ക് ഞാൻ നിർത്തി. ഞാൻ പിന്നെ വേറെ ഷാമ്പൂസൊക്കെ ട്രൈ ചെയ്തു. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് താരം വന്നു തലയിൽ. അപ്പോഴാണ് ഞാൻ ഈ ഷാമ്പൂയിലേക്ക് സ്വിച്ച് ചെയ്തത്. ഇത് ഭയങ്കര നല്ലതാട്ടോ, എനിക്കിത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫാർമസികളിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് യൂസ് ചെയ്യണമെന്നാണ് നമ്മളൊരു കപ്പ് വെള്ളം എടുക്കുക. ഓക്കെ, ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഇത് ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് സ്കാൽപ്പിൽ യൂസ് ചെയ്യുക. ഓക്കെ, ഹെയറിൽ അധികം യൂസ് ചെയ്യേണ്ട, ഒത്തിരി ഓയിൽ ഇട്ടിട്ടല്ല കേട്ടോ അത് യൂസ് ചെയ്യേണ്ടത്, ഓയിൽ ഇല്ലാണ്ട് ഇത് യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ തേച്ചിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, വെളിച്ചെണ്ണ ഒന്നും തേക്കാതെ വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സ്കാൽപ്പിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് നന്നായിട്ട് പതപ്പിക്കുക, എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മസാജ് ചെയ്യുക, ആ ഒരു താരനൊക്കെ ഇങ്ങനെ ഇളക്കി കളയുന്ന പോലെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു 1 മിനിറ്റൊക്കെ ഇതൊരു 3 മിനിറ്റോളം നമ്മൾ മസാജ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്യുക, പിഴിഞ്ഞ് കളയുക, മസാജ് ചെയ്യുക, പിഴിഞ്ഞ് കളയുക, അങ്ങനെ ഒരു 3 മിനിറ്റ്സെങ്കിലും നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു 1 മിനിറ്റ് ഹെയറിൽ അങ്ങനെ ലീവ് ചെയ്തിട്ട് നമുക്ക് വാഷ് ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് വീക്ക്ലി ഒരു 3 ടൈംസ് വരെ നമുക്ക് ചെയ്യാം. ഓക്കെ, 3 പ്രാവശ്യം. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെ വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ ഇടാതെ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അത്രയും വേണം, വെളിച്ചെണ്ണ ഇല്ലാണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് പറ്റുക. ഓക്കെ, അത്ര എണ്ണ ചെയ്യുക, ഒരുപാട് ഇങ്ങനെ കമത്താൻ പാടില്ല കേട്ടോ, അങ്ങനെ ചെയ്യരുത്. ഇതേപോലെ തന്നെ ഈ ഷാമ്പു പോലെ തന്നെ എനിക്ക് ചിലർക്ക് ഇത് സെറ്റാവില്ല, അതായത് ചിലർക്ക് ഈ ഷാമ്പു അത്ര തേച്ചിട്ട് വലിയ മാറ്റം ചിലർക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഷാമ്പു എന്ന് പറഞ്ഞാൽ സാലിസിയ KT എന്ന് പറഞ്ഞിട്ടൊരു ഷാമ്പു ഉണ്ട്, അത് സൂപ്പറാണ് കേട്ടോ, അതും അടിപൊളിയാണ്. നിങ്ങൾക്കിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റായില്ല വെച്ചാൽ അത് യൂസ് ചെയ്യാം, അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. പക്ഷേ ഇൻറ്റൻസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അൺസഹിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഡോക്ടറെ, ഒരു ഡെർമാറ്റിനെ പോയി കാണുക. കാരണം താരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഹെയർ ഫോള് അതിൻ്റെ ഭീകര വേർഷനായിരിക്കും അല്ലേ. നമുക്ക് മുടി കൊഴിച്ചലിന് ഒരു കണക്കുണ്ടാവില്ല, ഭയങ്കരമായിട്ട് കൊഴിയും. നമുക്ക് താരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിങ് ഉണ്ടാവും, അപ്പോൾ നമ്മൾ ഇങ്ങനെ മാന്തുമ്പോൾ അവിടെ നിന്നൊക്കെ മുടി കൊഴിയും. അപ്പോൾ അത് കാരണം താരം വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു ഡെർമാറ്റിനെ കാണുക നിങ്ങൾക്ക്. ഓക്കെ, ഇതൊന്ന് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ സെറ്റായില്ല വെച്ചാൽ ഒരു ഡെർമാറ്റോളജിസ്റ്റിനെ മസ്റ്റായിട്ടും കാണാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. മുടി എപ്പോഴും നമ്മൾ ഒത്തിരി ഓയിലി ആക്കി വെക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ, അതാണ് മെയിനായിട്ട്, ഡ്രൈ ആക്കി വെക്കുക, അതാണ് മെയിനായിട്ട്. പിന്നെ സിറംസ് നമുക്ക് യൂസ് ചെയ്യാം, ഒത്തിരി ഫ്രിസ്റ്റി ഹെയറൊക്കെ ആണെങ്കിൽ സിറംസ് യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യണമെങ്കിൽ ലൈറ്റായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടാക്കി ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യാം. മസാജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മസാജ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെന്ന് വിശ്വസിക്കുന്നു, കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.